സ്വർണ്ണമയൂരം സ്വർണ്ണമയൂരം ആരാരോ തേടുന്നു അന്തിനിലാവൊളിയേ അമ്മാനം മാനത്തെ തേടുന്നു മുല്ലമുളങ്കുഴലിൽ പിന്നെയും ചാഞ്ചാടും ചെല്ലമഴത്തുള്ളിയേ കനവ് പോലെ പുതു കവിത പോലെ കടൽ പോലെ കാറ്റു പോലെ ഓർമ്മയിൽ ആരാരോ തേടുന്നു അന്തിനിലാവൊളിയേ അമ്മാനം മാനത്തെ അല്ലിമലർക്കിളിയേ മംഗളം മൊഴിഞ്ഞ മാത്രയിൽ ആരാരോ തേടുന്നു അന്തിനിലാവൊളിയേ അമ്മാനം മാനത്തെ അല്ലിമലർക്കിളിയേ നെഞ്ചിൽ ചാഞ്ഞുറങ്ങവേ പൂ പൊഴിഞ്ഞു വീണു പാട്ടുകൾ ആരാരോ തേടുന്നു അന്തിനിലാവൊളിയേ അമ്മാനം മാനത്തെ കനവ് പോലെ പുതു കവിത പോലെ കടൽ പോലെ കാറ്റു പോലെ ഓർമ്മയിൽ ഞാൻ അവനെ കണ്ടിട്ടുണ്ട്. അമ്മായി അമ്മായി അതൊന്നും സാരമില്ല. അമ്മായിയല്ലേ, അച്ഛനൊന്നും വിചാരിക്കില്ല. പിന്നെ ഞങ്ങളിപ്പോ ഇവിടെ വന്നത് ഒരു വല്ലാത്ത പരിസ്ഥിതിയില്ല. നാട്ടില് നിക്കാൻ പറ്റാത്തൊരവസ്ഥയാ. എന്താ മോളെ, എന്താ എന്താ അവിടെ ഉണ്ടായത്? ഇപ്പൊ അമ്മായി എന്നോടൊന്നും ചോദിക്കരുത്. അതൊന്നും പറയാൻ പറ്റിയ മാനസികാവസ്ഥയിലല്ല ഞാൻ. വേണ്ട വേണ്ട, മോളൊന്നും പറയണ്ട. മോള് വിഷമിക്കുന്ന ഒരു കാര്യവും അമ്മായി ചോദിക്കില്ല. എന്തായാലും നിങ്ങളെയൊക്കെ കാണാൻ പറ്റിയല്ലോ. ഇതിൽ പരം സന്തോഷം അമ്മായിക്കില്ല. എന്റെ പൊന്നു മോള് ഇനി ഒരിടത്തും പോണ്ട. മോൾ ഇവിടെ തന്നെ നിന്നാ മതി. നിങ്ങളെ കണ്ടത് തന്നെ എനിക്ക് വലിയ ആശ്വാസമാണ്. ഉള്ളതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും സന്തോഷമായിട്ട് കഴിയാം. പോരെ? മതിയമ്മായി, അത് മതിയമ്മായി. ഗൗന, നീ മരുന്നൊക്കെ മുറക്കി കഴിക്കുന്നുണ്ടോ? ഓ പോളെ, പക്ഷേ മനസ്സിനെ ആദ്യം വിളിച്ചാ പിന്നെ മരുന്നുകൊണ്ട് എന്താ പ്രയോജനം? എന്ന് പറഞ്ഞാ മരുന്ന് കഴിക്കാൻ നോക്കൂ. സമയാസമയത്തിന് മരുന്ന് കഴിച്ചിരിക്കണം. ഒന്നാമത്
നിന്റെ തടി ആദ്യം കുറയ്ക്കണം. അപ്പൊ തന്നെ പാതി സുഖേട് മാറും. ഞാൻ അവിടുന്ന് പോരുമ്പോ എത്ര മെലിഞ്ഞിട്ടായിരുന്നു നീ. ഇപ്പൊ നിന്നെ കണ്ടിട്ടേ എനിക്ക് മനസ്സിലായില്ല കേട്ടോ. ഒപ്പോഴും വല്ലാതെ മെലിഞ്ഞിരിക്കുന്നു. ആ പ്രായമായില്ലേ ഗോന്ത, പോരാത്തന് എടുക്കാൻ പറ്റാത്ത പ്രാരാബ്ദവും. ആഹാ, പിണക്കൊക്കെ തീർന്നു രണ്ടാളുടെ. അതിനാർക്കാ ഇവിടെ പിണക്കം, അല്ലയോ പോളെ? ഓഹോ, അപ്പൊ ഇപ്പൊ നിങ്ങള് രണ്ടുപേരും കൂടി ഒന്നായല്ലേ? ബാക്കിയുള്ളവര് പുറത്തും. എനിക്കിത് വേണം. അല്ലമ്മായി, അമ്മാവനെവിടെ? ഞാനും ഒപ്പോളോട് കേശവേണ്ട കാര്യം ചോദിക്കാനിരിക്കായിരുന്നു. ആ അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഞാനിങ്ങനെ കിടന്ന് കഷ്ടപ്പെടൂ. നല്ല മനുഷ്യന്മാരെ ദൈവം നേരത്തെ വിളിക്കും. ഇന്ദുവിന് 10 വയസ്സുള്ളപ്പോഴാ ഞങ്ങളെയൊക്കെ വിട്ടിട്ട് അദ്ദേഹം പോയത്. കൃഷി പാട്ടത്തിനെടുത്ത് നടത്തുകയായിരുന്നു. അപ്പോഴാ കർഷക യൂണിയന്റെ തൊഴിൽ തർക്കം. രാഷ്ട്രീയ വൈരാഗ്യ. ഒടുവിൽ ആളെ തെറ്റി വെട്ടി. ആ പറഞ്ഞിട്ട് കാര്യം എന്ത്? ആ മനുഷ്യന്റെ കണ്ണടഞ്ഞതോടെ കഴിഞ്ഞു എന്റെ കുട്ടികളുടെ ശുക്രദശ. അപ്പോ പിന്നെ എങ്ങനെയാ? കുറച്ചു കാലം അതിന്റെ കേസും വഴക്കും ഒക്കെ ആയിരുന്നു. പിന്നെ ഒരു അംഗനവാടിയിൽ പണി കിട്ടി. അതും കുറച്ചു കാലത്തേക്കേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോ ഒരു പണിന്ന് പറയാൻ അരിക്കൊണ്ടാട്ടവും പപ്പടവും മുറുക്കും ഇതൊക്കെ ഉണ്ടാക്കി കൊണ്ടുവന്ന് വിൽക്കും. ഒരു നേരത്തെ ആഹാരത്തിന് കിട്ടിയ അത്രയും നല്ലതല്ലേ മോളെ? ഇനി അതൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല. ഒക്കെ ഓരോരോ യോഗം. ആ യാത്ര കഴിഞ്ഞ് വന്നതല്ലേ, നിനക്ക് നല്ല ക്ഷീണം കാണും. പോയി കുറച്ചു നേരം കിടക്ക. ഓ മോളെ, നീ എന്റെ മക്കളെ ഒന്നും പരിചയപ്പെട്ടില്ലല്ലോ. അവരപ്പുറത്തുണ്ട്, ചെന്നൊന്ന് പരിചയപ്പെട. ചെല്ല്, വാ വന്ന് കിടക്ക. മോളുടെ പേരെന്താ? അമ്മു. ഹായ്, നല്ല പേര്. എത്രയല്ലേ പഠിക്കുന്നേ? 3-ല്. നന്നായിട്ട് പഠിക്കോ? മിടുക്കി. പഠിക്കാനൊന്നും കുഴപ്പമില്ല, പക്ഷെ മടിയാ പെണ്ണിന്. എപ്പോഴും ഒരാൾ പിന്നാലെ നിക്കണം. അപ്പൊ മടിച്ചല്ലേ? ഇതേതേ കക്ഷി? കുഞ്ഞമ്മ, നന്ദിനി കുഞ്ഞമ്മ. ഓ, വന്നേ, അമ്മക്കുട്ടിയെ വിളിച്ചോണ്ടെങ്കി വാ. പരിചയമില്ലാത്തവരോടൊന്നും നിക്കണ്ട. ചിലപ്പോ കുട്ടികളെ പിടിച്ചോണ്ടാ വന്നായിരിക്കും. വാ വരാൻ. ഇതുകൊണ്ട് അടുക്കളയിൽ വെക്കും. ഇന്ദു അല്ലേ? എങ്ങനെയാ എന്റെ പേരൊക്കെ മനസ്സിലായേ? അതിനൊക്കെ ഒരു മന്ത്രമുണ്ട്. മന്ത്രം അറിയോ? അറിയാതെ പിന്നെ? എന്നാ മന്ത്രവിദ്യ കൊണ്ട് എന്റെ ഗോപേട്ടനെ ഇപ്പൊ ഇവിടെ വരുത്തോ? അതിനെവിടെ ഗോപേട്ടൻ? ജോലിക്ക് പോയിരിക്ക. അമ്മുക്കുട്ടിയുടെ അച്ഛനാ. എന്ത് സ്നേഹാണെന്നോ ഗോപേട്ടനെ ഞങ്ങളെ. നിങ്ങൾ കല്യാണം കഴിച്ചതാ? എന്താ മിണ്ടാത്തെ? കല്യാണം കഴിച്ചതാണോന്ന്? അല്ല. അതെ, ചേച്ചി പറഞ്ഞൊന്നും കാര്യാക്കണ്ട. ഇങ്ങനെ തോന്നിയതോരോന്ന് പറഞ്ഞോണ്ടിരിക്കും. ചേച്ചിയുടെ മനസ്സാകെ. ഒരു കാര്യം ചോദിച്ചാ സത്യം പറയോ? എന്താ? എനിക്കാണോ ഇവക്കാണോ?
കൂടുതൽ ഭംഗി. അതിന് സംശയം എന്താ? ഇന്ദുവിന് തന്നെയാ. ഇപ്പോഴോടി ഞാൻ പറഞ്ഞപ്പോ നിനക്ക് വിശ്വാസായോ? ഇപ്പൊ ചേച്ചി പറഞ്ഞത് കേട്ടോ? കേട്ടു കേട്ടു. അമ്മേ, ഈ ചേച്ചി പറയാ എനിക്ക് കൂടുതൽ ഭംഗിന്ന്. നന്ദിനി, ദാ വരുന്നമ്മേ. സ്വർണ്ണമയൂരം സ്വർണ്ണമയൂരം. നന്ദിനി, എന്താ അമ്മേ? മോളെ, മോളി ചെന്നേ ആ കടയിൽ ഈ ലിസ്റ്റ് കൊടുത്തിട്ടേ ഇതിലുള്ള സാധനങ്ങളും കുറച്ച് എണ്ണയും കൂടെ മേടിച്ചോണ്ട് വാ. എനിക്ക് വയ്യ ഇനി അവിടെ പോയി കടം ചോദിക്കാൻ. കൊടുക്കാനുള്ള കൊടുക്കാത്തോണ്ടേ ഒന്ന് പതുക്കെ പറ ചെല്ലുമ്പോഴേക്കും കാണണം അയാളുടെ മുഖം ചതുർത്ത് കണ്ടതുപോലെ. മോളെ. ഇങ്ങനെ പറഞ്ഞാൽ എങ്ങനെ മോളെ? 2 ദിവസത്തിനാം അമ്മ എങ്ങനെയെങ്കിലും കാശ് ഉണ്ടാക്കി കൊണ്ടുവന്ന് തരാന്ന് അവനോട് പറ. എന്നെ കൊണ്ട് വയ്യ, ഞാൻ പോവില്ല. നന്ദിനി മോളെ, എന്താ മോളെ ഇത്? മോളെ, അവരിവിടെ വന്നിട്ട് നേരത്തും കാലത്ത് എന്തെങ്കിലും വെച്ച് വിളമ്പണ്ടേ? ഇല്ലാത്തടത്ത് ഇനിയിപ്പൊ അവരെയും കൂടെ തീറ്റി പോറ്റണ്ട. ഈ അമ്മയ്ക്ക് വേറെ പണിയൊന്നുമില്ലേ? മോളെ, അതിന് വന്നിരിക്കുന്നത് വേറെ ആരുമല്ല, എന്റെ ആങ്ങളെയും മോളുവാ. ഓ, ഒരാങ്ങളെയും മോളും. ഇത്രയും കാലമായിട്ട് ഇവരൊക്കെ എവിടെയായിരുന്നു? നമ്മൾ ഈ കിടന്ന് കഷ്ടപ്പെടുമ്പോഴൊക്കെ കണ്ടില്ലല്ലോ ഇവരെയൊന്നും. ഒക്കെ ഈ ദാരിദ്ര്യത്തിന്റെ ഇടയിലേക്കാ കെട്ടിയിരുന്നല്ലേ. നന്ദിനി, ഒന്ന് പതുക്കെ പറ, അവര് കേക്കും. അമ്മയ്ക്കെന്താ കേക്കൊന്ന് പേടിയുണ്ടോ? എന്നാ അങ്ങോട്ട് കേക്കട്ടെ. എങ്ങനെയായാലും ബാധ ഒഴിഞ്ഞു കിട്ടുമല്ലോ. കൂടും കൊടുക്കേക്കായിട്ട് വന്ന് കയറിയപ്പോഴേ തോന്നിയതാ ഇനി ഇവിടെ അടിഞ്ഞുകൂടാനുള്ള പരിപാടിയാണെന്ന്. ഒന്നും മിണ്ടായിരിക്കും മോളെ. ആങ്ങളിക്കും മൂക്കും വെച്ച് വിളമ്പിക്കെടുക്കാനുള്ള ഒരു ഉത്സാഹം കണ്ടില്ലേ? അത്രയ്ക്ക് മര്യാദയുള്ളവരാണെങ്കിലേ തരട്ടെ കുറച്ച് പണം. അപ്പൊ നമുക്ക് ആലോചിക്കാം ഇവിടെ നിർത്തണോ വേണ്ടയോ എന്ന്. നന്ദിനി, കേശവേട്ടന്റെ കാര്യം ഓർക്കായിരുന്നു. എന്റെ ഒപ്പോളുടെ സ്വപ്നങ്ങളും പ്രതീക്ഷകളുമെല്ലാം ദാ ഇവിടെ മണ്ണടിഞ്ഞില്ലേ. വിധി വല്ലാത്ത ക്രൂരതയാ അമ്മായിയോടും മക്കളോടും കാണിച്ചത്. ഇപ്പൊ അവരനുഭവിക്കുന്ന കഷ്ടപ്പാട് കണ്ടില്ലേ? ഇതൊക്കെ കാണുമ്പോ തോന്നാ അച്ഛൻ പറഞ്ഞ സത്യമാണെന്ന്. ഇങ്ങോട്ട് വരേണ്ടിയിരുന്നില്ല. അതാ ദൈവത്തിന്റെ കളികള്. പാവി ചെല്ലുന്നിടം പാതാളം. ഒരു നേരത്തെ ആഹാരത്തിന് പോലും അമ്മായി അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് കാണുമ്പോ മനസ്സ് വല്ലാതെ പിടയ്ക്കുക. ഒപ്പോളെ എന്തെങ്കിലും ഒന്ന് സഹായിക്കണമെന്നുണ്ട്. പക്ഷെ എല്ലാം കൊണ്ടും ആകെ പാപ്പരായ ഒരു അവസ്ഥയായിപ്പോ നമ്മുടെ. എത്ര പാപ്പരായാലും നമ്മൾ എന്തെങ്കിലും ഒന്ന് അവർക്ക് വേണ്ടി ചെയ്തേ പറ്റൂ അച്ഛാ. ഇനി എവിടെ നിന്ന് എടുത്തിട്ടാ മോളെ നമ്മൾ കൊടുക്കുക? പ്രോവിഡന്റ് ഫണ്ടും ഗ്രാറ്റുവിറ്റിയും കിട്ടിയത് മുഴുവൻ ആശുപത്രി തൊലച്ചില്ലേ? വീടിന്റെ ആധാരം പണയപ്പെടുത്തിയ നിനക്ക് കല്യാണത്തിനുള്ള സ്വർണം എടുത്തത്. പിന്നെ ആകെയുള്ളത് എണ്ണിച്ചുട്ട അപ്പം പോലെ കിട്ടുന്ന മാസാമാസത്തെ പെൻഷനാ. അതിനും ഇപ്പോ 1-ാം തീയതി ആവണ്ടേ? നമുക്ക് ഒരു കാര്യം ചെയ്താലോ അച്ഛാ? എന്താ മോളെ? ആ സ്വർണത്തിന്ന് കുറച്ചെടുത്ത് വിറ്റ് നമുക്ക് അമ്മായി ഒന്ന് സഹായിച്ചാലോ? ആകെപ്പാടെ അതേ ഉള്ളൂ എൻ്റെ മോൾക്ക് ഒരു മുതലെന്ന് പറയാൻ. ഇനി അതും എടുത്ത് വിറ്റാ പിന്നെ എൻ്റെ മോൾക്ക് എന്തെങ്കിലും ആവശ്യത്തിന്. ഇവിടെ അനുഭവിക്കുന്ന ദാരിദ്ര്യ ദുഃഖത്തെക്കാൾ വലുതാണോ അച്ഛാ അതൊക്കെ? അച്ഛനത് അറിയാതെയല്ല. എന്നാലും എന്തായാലും നമ്മൾ ഇവിടെ നിൽക്കാൻ തീരുമാനിച്ച സ്ഥിതിക്ക് അമ്മായി എന്തെങ്കിലും സഹായിച്ചേ പറ്റൂ.
നാളെ തന്നെ അതിന്ന് കുറച്ച് സ്വർണ്ണം എടുത്ത് വിറ്റ് അമ്മായിക്ക് എന്തെങ്കിലും കൊടുക്കണം. ആവശ്യത്തിന് ഉപകരിച്ചില്ലെങ്കിൽ പിന്നെ കൊടുത്തിട്ടെന്താ? എന്താ അച്ഛാ മോള് തീരുമാനിച്ചോ? ഒന്നിനും അച്ഛ എതിരല്ല. ഒപ്പോളെ സഹായിക്കാൻ സാധിച്ചാൽ അതിലും വലിയ മഹത്വം വേറെയില്ല. അച്ഛൻ എന്റെ മോളെ കുറിച്ച് അഭിമാന തോന്നണേ. അത്രയ്ക്ക് വലിയ മനസ്സാ എന്റെ മോളുടെ. ആരാ? അമ്മുക്കുട്ടിയാ? നന്ദിനിയാ? ഇനി അതും അല്ലെങ്കിൽ ഇന്ദുമോളായിരിക്കും. ചെറിയച്ഛനെ പറ്റിച്ചേ. ആ, ചെറിയച്ഛനോട് ഒരു കാര്യം ചോദിച്ചാ സത്യം പറയൂ. മോള് കാര്യം പറ. ചെറിയച്ഛന് ഏറ്റവും ഇഷ്ടം ആരെയാ? എന്നെയോ അതോ വേണിയോ? അത് പിന്നെ പറയാനുണ്ടോ? ഇന്ദുമോളെ. അതൊന്നോണ. വേണിയെ തന്നെയായിരിക്കും ചെറിയച്ഛന് ഇഷ്ടം. വേണി ചെറിയച്ഛന്റെ മോളല്ലേ? എന്റെ മോളായാലും എന്റെ ഒപ്പോളുടെ മോളായാലും എനിക്ക് നിങ്ങൾ രണ്ടുപേരും ഒരുപോലെയാ. ചെറിയച്ഛൻ നോണ പറയാ. നോണയല്ല മോളെ, സത്യ ചെറിയച്ഛൻ പറഞ്ഞത്. എനിക്ക് വിശ്വാസാവണില്ല. എന്നാ മോളോട് ചെറിയച്ഛ ഒരു കാര്യം ചോദിക്കട്ടെ? ചോദിച്ചോളൂ. ചോദിച്ചാ മോള് ശരിക്കുള്ള ഉത്തരം പറയണം. പറയാം. ചെറിയച്ഛൻ ചോദിക്ക്. മോൾക്ക് മോളുടെ ഈ രണ്ട് കണ്ണുകളിൽ ഏത് കണ്ണിനോടാ കൂടുതൽ ഇഷ്ടം? അത് പറ, ഏത് കണ്ണാ ഇഷ്ടം? എനിക്കെന്നെ രണ്ട് കണ്ണും ഇഷ്ടം. സത്യമാണല്ലോ. എന്നാ അതുപോലെ തന്നെയാ എനിക്ക് നീയും വേണി. എന്റെ രണ്ട് കണ്ണുകൾ. പക്ഷേ നേരത്തെ എനിക്ക് നിങ്ങളെയൊക്കെ കാണാനും സ്നേഹിക്കാനും ചെറിയച്ഛന്റെ ഈ കണ്ണുകൾ കഴിഞ്ഞില്ല. ആ ഒരു കുറ്റബോധം ഇപ്പോഴും ഈ മനസ്സിന് നീട്ടിക്കൊണ്ടിരിക്കുക. സ്വർണ്ണമയൂരം സ്വർണ്ണമയൂരം. എന്നാ ഞാൻ അടുത്ത ചോദ്യം ചോദിക്കട്ടെ? മോളെന്നെ ചോദ്യങ്ങൾ കൊണ്ട് വീർപ്പൂട്ടിക്കാൻ പോവാ. പക്ഷെ ഉത്തരം പറയാൻ കഴിയാത്ത ചോദ്യങ്ങൾ മോളെന്നോട് ചോദിക്കരുത്. ഈ ചോദ്യത്തിനുള്ള ഉത്തരം ചെറിയച്ഛന് എളുപ്പമുള്ളതായിരിക്കും. വളരെ സിമ്പിളാ. ചോദിക്ക്, കേക്കട്ടെ. ചെറിയച്ഛന്റെ ഈ രണ്ട് കണ്ണുകളിലും ഏതാ വേണി, ഏതാ ഞാൻ? ഇവളെന്നെ വീണ്ടും കുഴക്കുകയാണല്ലോ ഭഗവാനെ. എന്റെ ഗോവിന്ദ, നീ അല്ലാതെ ആരെങ്കിലും ഇവളുടെ താളത്തിന് തുള്ളാൻ നിൽക്കുമോ? ഇവൾക്ക് എല്ലാരും അവളുടെ കളിക്കുട്ടികളാ. ചെറിയ കുട്ടികളുടെ മനസ്സാവപ്പോളെ ഇപ്പോഴും വെക്ക്. ഇവളുടെ ഈ നിഷ്കളങ്കതയാ ഇവളുടെ ജീവിതത്തിലെ പരാജയം. ഒന്നിനെ വയറ്റിലുണ്ടാക്കിയിട്ട് കടന്നു കളഞ്ഞില്ലേ ഒരുത്തൻ. എന്റെ അമ്മയ്ക്ക് ഏറ്റവും അധികം ഇഷ്ടം ആരെയാന്നറിയോ ചെറിയച്ഛന്? ആരെയാ? എന്നെ അല്ലേ അമ്മേ? എന്നെയല്ലേ അമ്മയ്ക്ക് ഏറ്റവും അധികം ഇഷ്ടം? അതേ മോളെ, നിന്നെയാ ഇപ്പൊ അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടം. കേട്ടോ ഇപ്പൊ എങ്ങനെയുണ്ട്? ഇപ്പോ ഇവളെ എനിക്ക് കൂടുതൽ സ്നേഹിച്ചല്ലേ പറ്റൂ. അമ്മുക്കുട്ടിയേക്കാൾ ചെറുപ്പമാ ഇപ്പൊ ഇവളുടെ മനസ്സ്. കണ്ടില്ലേ ഓരോ കാട്ടിക്കൂട്ടല്? എല്ലാം മാറുമോ പോളെ? എന്നെങ്കിലും ഈശ്വരൻ കണ്ണുറക്കാതിരിക്കില്ല. അത്രയ്ക്ക് നൊന്തു വിളിക്കുന്നില്ലേ ഈശ്വരന്മാരെ? ആ, അതൊക്കെ വരും പോലെ വരട്ടെ. എന്താ ഭഗവാന്റെ നിശ്ചയെന്ന് നമുക്കറിയില്ലല്ലോ.
അമ്മേ ഉം. എനിക്കേ ഈ ചെറിയച്ഛനെ വലിയ ഇഷ്ടായി. പിടിക്ക് ചെറിയച്ഛൻ എന്റെ കൂടെ ഒന്ന് വരുവോ? എന്തിനാ? വാ നമുക്ക് ഇവിടെ ഒന്ന് ചുറ്റിക്കറങ്ങാം. എനിക്ക് ആ, എന്തിനാ മോളെ സുഖമല്ലാത്തന്നെ ഉപദ്രവിക്കുന്നത്? അത് സാരമല്ലോ പോടെ, അവളുടെ ആഗ്രഹമല്ലേ. വാ. ഹായ്. പതുക്കെ പതുക്കെ നടക്ക്. സൂക്ഷിച്ചു മോളെ. സൂക്ഷിക്കാട്ടോ. ഈശ്വര, ഒപ്പോളെ ഞങ്ങളിവിടെ ഉണ്ടെന്ന് വെച്ച് വെറുതെ വിഭവങ്ങളൊന്നും ഒരുക്കണ്ട. കഞ്ഞിയാണെങ്കിലും നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് കഴിക്കുമ്പോൾ അതിൻ്റെ ഒരു സുഖമൊന്ന് വേറെ തന്നെയാ. അത്രേ ഉള്ളു ഗോന്ന. നല്ല ചൂട് കഞ്ഞിക്ക് നല്ല ഒരു പുഴുക്കുണ്ടാക്കണം, അത്രേ ഉള്ളു. നിങ്ങളിവിടെ വന്നിട്ട് നേരെ ചൊവ്വേ വേണ്ട രീതിയിൽ ഒന്ന് ശ്രദ്ധിക്കാൻ പോലും എനിക്ക് കഴിയുന്നില്ല. ഓപ്പോളൊന്നും ഉണ്ടായിരിക്കുന്നുണ്ടോ? എന്താ ഞങ്ങളെ എത്ര ശ്രദ്ധിക്കാൻ? അതിഥികളൊന്നും അല്ലല്ലോ, ഇപ്പോൾ ഇവിടുത്തെ അംഗങ്ങളല്ലേ. പിന്നെ ഇവിടുത്തെ കഷ്ടപ്പാടുകളൊക്കെ ഞങ്ങൾ നന്നായി മനസ്സിലാക്കുന്നുണ്ട്. കഷ്ടപ്പാടും ബുദ്ധിമുട്ടും ഒക്കെ അത് പിന്നെ അനുഭവിച്ച് അതങ്ങ് ശീലമായിപ്പോയി. ആ, അതിനിടയിൽ ഞങ്ങളൂടെ കയറി വന്നപ്പോ ഒപ്പോൾക്ക് ഭാരം ഇരട്ടിച്ചു അല്ലേ? എന്തു ഭാരം? ഏയ് അങ്ങനെയൊന്നുമില്ല. ഇല്ലാന്ന് ഒപ്പോൾ പറഞ്ഞാലും ഞങ്ങൾക്കറിയാലോ. ഓപ്പോൾക്ക് മറ്റൊന്നും തോന്നരുത്. ഇത് ഓപ്പോൾ വാങ്ങിക്കണം. എന്താ ഗോവിന്ദ ഇത്? കഴിക്കുന്ന ആഹാരത്തിന് കൂലി വെച്ച് നീട്ടുക നീ?